ചോദ്യം: യഹൂദ രാജാവായ ആരുടെ ആളുകളാണ് സദൃശ്യവാക്യം ശേഖരിച്ചിരിക്കുന്നത്? ഉത്തരം: ഹിസ്കിയാവിന്റെ. ചോദ്യം: കാര്യം മറച്ചുവെക്കുന്നതു ആരുടെ മഹത്വമാണ്? ഉത്തരം: ദൈവത്തിന്റെ. ചോദ്യം: കാര്യം ആരായുന്നത് ആരുടെ മഹത്വമാണ്? ഉത്തരം: രാജാക്കന്മാരുടെ. ചോദ്യം: ആകാശത്തിന്റെ ഉയരവും ഭൂമിയുടെ ആഴവും രാജാക്കന്മാരുടെ എന്തുമാണ് അഗോചരമായിട്ടുള്ളത്? ഉത്തരം: ഹൃദയം. ചോദ്യം: രാജസന്നിധിയിൽ നിന്ന് ആരെ നീക്കിക്കളഞ്ഞാലാണ് സിംഹാസനം നീതിയാൽ സ്ഥിരപ്പെടുന്നത്? ഉത്തരം: ദുഷ്ടനെ. ചോദ്യം: രാജസന്നിധിയിൽ എന്ത് കാണിക്കരുത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്? ഉത്തരം: വമ്പു. ചോദ്യം: നിന്റെ വഴക്കു കൂട്ടുകാരനുമായി പറഞ്ഞു തീർക്ക. എന്നാൽ മറ്റൊരുത്തന്റെ എന്താണ് വെളിപ്പെടുത്താൻ പാടില്ലാത്തത്? ഉത്തരം: രഹസ്യം. ചോദ്യം: തക്ക സമയത്ത് പറഞ്ഞ എന്താണ് വെള്ളിത്താലത്തിൽ പൊന്നാരങ്ങാപോലെയുള്ളത്? ഉത്തരം: വാക്ക്. ചോദ്യം: കേട്ടനുസരിക്കുന്ന കാതിനു ആരാണ് പൊൻകടുക്കനും തങ്കം കൊണ്ടുള്ള ആഭരണവും പോലെ ആകുന്നത്? ഉത്തരം: ജ്ഞാനിയായൊരു ശാസകൻ. ചോദ്യം: യജമാനന്മാരുടെ ഉള്ളം തണുപ്പിക്കുന്നത് ആര്? ഉത്തരം: വിശ്വസ്തനായ ദൂതൻ. ചോദ്യം: എന്തിനെ ചൊല്ലി പ്രശംസിക്കുന്നവനാണ് മഴയില്ലാത്ത മേഘവും കാറ്റും പോലെയാകുന്നത്? ഉത്തരം: ദാനങ്ങളെ. ചോദ്യം: എന്താണ് അധികം നിറഞ്ഞിട്ട് ഛർദിപ്പാൻ ഇടവരരുത് എന്നു പറഞ്ഞിരിക്കുന്നത്? ഉത്തരം: തേൻ. ചോദ്യം: വെറുക്കാതെയിരിക്കേണ്ടതിന് ആരുടെ വീട്ടിലാണ് കൂടെ കൂടെ ചെല്ലരുത് എന്ന് പറഞ്ഞിട്ടത്? ഉത്തരം: കൂട്ടുകാരന്റെ. ചോദ്യം: കൂട്ടുകാരനു വിരോധമായി എന്തു പറയുന്ന മനുഷ്യനാണ് മുട്ടികയും വാളും കൂർത്ത അമ്പും പോലെ ആകുന്നത്? ഉത്തരം: കള്ളസാക്ഷ്യം. ചോദ്യം: കഷ്ടകാലത്തു ആരെ ആശ്രയിക്കുന്നതാണ് മുറിഞ്ഞ പല്ലും ഉളുക്കിയ കാലും പോലെ ആകുന്നത്? ഉത്തരം: വിശ്വാസഘാതകനെ. ചോദ്യം: വിഷാദമുള്ള ഹൃദയത്തിനു എന്തു ചെയ്യുന്നവനാണ് ശീതകാലത്തു വസ്ത്രം കളയുന്നതുപോലെയാകുന്നത്? ഉത്തരം: പാട്ടുപാടുന്നവൻ. ചോദ്യം: ആർക്കാണ് വിശക്കുന്നുവെങ്കിൽ തിന്മാൻ കൊടുക്ക എന്നും ദാഹിക്കുന്നുവെങ്കിൽ കുടിപ്പാൻ കൊടുക്ക എന്നും പറഞ്ഞിരിക്കുന്നത്? ഉത്തരം: ശത്രുവിനു. ചോദ്യം: എന്താണ് കോപഭാവത്തെ ജനിപ്പിക്കുന്നത്? ഉത്തരം: ഏഷണിവാക്ക്. ചോദ്യം: ആരോടുകൂടെ പൊതുവീട്ടിൽ പാർക്കുന്നതിനേക്കാൾ മേൽപ്പുരയുടെ ഒരു കോണിൽ പാർക്കുന്നത് നല്ലത് എന്ന് പറഞ്ഞിരിക്കുന്നത്? ഉത്തരം: ഷൺകൂടുന്ന സ്ത്രീയോടുകൂടെ. ചോദ്യം: ദാഹമുള്ളവനു തണ്ണീർ കിട്ടുന്നതു പോലെയാണ് ദൂരദേശത്തുനിന്നു എന്തു വരുന്നത്? ഉത്തരം: നല്ല വർത്തമാനം. ചോദ്യം: ദുഷ്ടന്റെ മുമ്പിൽ കുലുങ്ങിപ്പോയ ആരാണ് കലങ്ങിയ കിണറിനും മലിനമായ ഉറവും പോലെയുള്ളത്? ഉത്തരം: നീതിമാൻ. ചോദ്യം: എന്താണ് ഏറെ കുടിക്കുന്നത് നന്നല്ലാത്തത്? ഉത്തരം: തേൻ. അവസാനത്തെ ചോദ്യം: ആത്മസംയമമില്ലാത്ത പുരുഷൻ മതിലില്ലാതെ ഇടിഞ്ഞുകിടക്കുന്ന എന്തുപോലെയാകുന്നു? ഉത്തരം: പട്ടണം.